നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലണ്ടനിൽ നിന്നും മുംബൈയിലേക്ക് പുറപ്പെട്ട വെർജിൻ അറ്റ്ലാന്റിക് വിമാനം അടിയന്തരമായി ലാൻഡിംഗ് ചെയ്തു. തുർക്കിയിലെ ദിയാർ ബക്കിർ വിമാനത്താവളത്തിലാണ് അടിയന്തര ലാൻഡിംഗ് നടത്തിയിരിക്കുന്നത്. 200-ലധികം ഇന്ത്യൻ യാത്രക്കാർ അടക്കം തുർക്കിയിൽ കുടുങ്ങുന്ന സാഹചര്യമാണ് ഈ അടിയന്തര ലാൻഡിങ്ങിലൂടെ ഉണ്ടായത്. യാത്രക്കാരിൽ ഒരാൾക്ക് പാനിക് അറ്റാക്ക് ഉണ്ടായതാണ് ഇത്തരത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്താൻ കാരണമായത്. ഇതിന് പിന്നാലെ VS358 എന്ന വിമാനം അടിയന്തരമായി തിരിച്ചിറക്കി. മെഡിക്കൽ എമർജൻസി ആയതിനാൽ വിമാനം കൈകാര്യം ചെയ്യാൻ സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ വിമാനത്താവളത്തിൽ ലാൻഡിംഗ് നടത്തുകയായിരുന്നു. ലാൻഡിങ്ങിനിടെ വിമാനത്തിന് സാങ്കേതിക തകരാറുമുണ്ടായി. എയർലൈൻകാർ യാത്രക്കാരെ ഈ വിവരം അറിയിച്ചു. തുർക്കിയിൽ നിന്ന് എപ്പോൾ യാത്ര തുടങ്ങുമെന്ന കാര്യത്തെക്കുറിച്ച് യാത്രക്കാർക്ക് ഒരു വ്യക്തത തുടക്കത്തിൽ നൽകിയിരുന്നില്ല. മാത്രമല്ല, ഇത്തരത്തിൽ കുടുങ്ങിയ യാത്രക്കാർക്ക് വേണ്ടുന്ന വിധത്തിലുള്ള താമസ സൗകര്യമൊന്നും കിട്ടിയിട്ടില്ല എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തുവന്നത്. ആശയവിനിമയ സൗകര്യങ്ങളില്ലാതെ പകുതി ശൂന്യമായ ഒരു ടെർമിനലിന്റെ കെട്ടിടത്തിലായിരുന്നു യാത്രക്കാർ കുടുങ്ങിക്കിടന്നത് എന്നാണ് ചില യാത്രക്കാർ വെളിപ്പെടുത്തിയത്. യാത്രക്കാരിൽ കുട്ടികളും സ്ത്രീകളും രോഗികളും അടക്കമുള്ളവർ ഉണ്ടായിരുന്നു. വിമാനത്താവളം ഒരു സൈനിക താവളമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും നമുക്ക് മറ്റൊരു വാർത്ത കൂടി നോക്കാം. വിമാനയാത്രയ്ക്കിടെ പൈലറ്റ് കുഴഞ്ഞു വീണു. വിമാനം അടിയന്തരമായി നിലത്തിറക്കി കോ പൈലറ്റ്. മാഞ്ചസ്റ്ററിലേക്ക് പുറപ്പെട്ട EasyJet വിമാനത്തിലാണ് ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. നേരത്തെ സംഭവിച്ചതാണ്. ഗ്രീസിലെ ഏതൻസിൽ അടിയന്തരമായി ലാൻഡ് ചെയ്യുകയായിരുന്നു. കോ പൈലറ്റിന്റെയും ക്യാബിൻ ക്രൂവിന്റെയും സമയോചിതമായ ഇടപെടൽ കാരണം വലിയ അപകടമാണ് ഒഴിവായി പോയത്. ഹർഗാദയിൽ നിന്ന് പുറപ്പെട്ട EasyJet എന്ന വിമാനമാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോയത്. പൈലറ്റ് വീണപ്പോൾ തന്നെ കോ പൈലറ്റ് വിമാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതുകൊണ്ട് വലിയ അപകടമാണ് ഒഴിവായി പോയത്. ക്യാബിൻ ക്രൂ അംഗങ്ങൾ ഉടൻ തന്നെ വൈദ്യസഹായത്തിനുള്ള സജ്ജീകരണങ്ങൾ അടക്കം ചെയ്തിരുന്നു. കുഴഞ്ഞു വീണ പൈലറ്റിന് വൈദ്യസഹായം നൽകാൻ വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തുകയും ചെയ്തു. ഇതേ തുടർന്ന് യാത്ര വൈകി. മറ്റ് യാത്രക്കാർക്ക് ചെറിയ രീതിയിൽ തടസ്സമുണ്ടായി എങ്കിലും അത് മാഞ്ചസ്റ്ററിലേക്ക് വീണ്ടും തിരിച്ചു. ഇത്തരത്തിൽ കുടുങ്ങിയ യാത്രക്കാർക്കായി താമസവും ഭക്ഷണവും എല്ലാം ഒരുക്കി നൽകിയിട്ടുണ്ടായിരുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. EasyJetന്റെ വക്താവ് ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു. സംഭവം ഉണ്ടായ സമയത്ത് നിർണായക ഘട്ടത്തിൽ ക്ഷമയോടെ സഹകരിച്ച വിമാനത്തിലെ യാത്രക്കാർക്ക് കമ്പനി നന്ദി അറിയിക്കുകയും ചെയ്തു. ഈ വിമാനം അടിയന്തര ലാൻഡിംഗ് പല കാരണങ്ങൾ കൊണ്ടാണ് നടത്താറുള്ളത്. പവർ ബാങ്ക് തീപിടിച്ചതിനെ തുടർന്ന് വിമാനത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തുന്ന സാഹചര്യമുണ്ടായി. ഹാങ്ഷോവിൽ നിന്നും ഹോങ്കോങ്ങിലേക്ക് പോവുകയായിരുന്ന ഹോങ്കോങ് എയർലൈൻസ് വിമാനത്തിലായിരുന്നു പവർ ബാങ്കിൽ തീപിടിക്കുന്ന സാഹചര്യമുണ്ടായത്. വിമാനത്തിലെ ഓവർഹെഡ് ലഗേജ് കമ്പാർട്ട്മെന്റിലും തീപിടുത്തമുണ്ടായി. ഇതേ തുടർന്ന് ഫുഷാവു ചാംഗിൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തുകയായിരുന്നു. പവർ ബാങ്ക് പൊട്ടിത്തെറിച്ചാണ് ലഗേജ് കമ്പാർട്ട്മെന്റിൽ തീ പടർന്നതെന്നാണ് വിവരങ്ങൾ പുറത്തുവന്നത്. വിമാനം പറന്നുയർന്ന് 15 മിനിറ്റിനകം സംഭവമുണ്ടായി. എയർബസ് A320 വിമാനമായ HX115-ൽ 168 യാത്രക്കാരും ജീവനക്കാരും ഉണ്ടായിരുന്നു. കയ്യിലുണ്ടായിരുന്ന വെള്ളവും ജ്യൂസുകളും ഉപയോഗിച്ചാണ് വിമാന ജീവനക്കാരും യാത്രക്കാരും തീ അണച്ചത്. വലിയ അപകടമാണ് ഇതുവഴി ഒഴിവായി പോയത്. സംഭവത്തിന്റെ ദൃശ്യങ്ങളടക്കം അന്ന് പുറത്തു വന്നതാണ്. തീ പിടിച്ച ഓവർഹെഡ് ലഗേജ് കമ്പാർട്ട്മെന്റും ജീവനക്കാരും യാത്രക്കാരും ചേർന്ന് തീ അണയ്ക്കാൻ ശ്രമിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ വീഡിയോയിലുണ്ടായിരുന്നു. സംഭവത്തിൽ ആർക്കും പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല. പെട്ടെന്ന് തന്നെ തീ അണയ്ക്കാൻ സാധിച്ചു. ഇങ്ങനെയും വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, എയർലൈനുമായി ചേർന്ന് അന്വേഷണം നടത്തി റിപ്പോർട്ട് അധികൃതർക്ക് മുന്നിൽ സമർപ്പിക്കുമെന്ന് ഹോങ്കോങ് സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റ് അറിയിക്കുകയും ചെയ്തു. വിമാനങ്ങൾ പവർ ബാങ്കുമായി സഞ്ചരിക്കുന്നതിന്റെ ദോഷവശങ്ങളാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളിലേക്ക് നയിക്കുന്നതെന്ന് വിദഗ്ധർ അടക്കം ചൂണ്ടിക്കാട്ടുന്ന സാഹചര്യം ഉണ്ടായി. സിംഗപ്പൂർ എയർലൈൻ അടക്കമുള്ള വിമാന കമ്പനികൾ വിമാനത്തിനകത്തെ പവർ ബാങ്ക് ഉപയോഗം നിരോധിച്ചിരുന്നു. ഏപ്രിൽ 2025 മുതൽ നിരോധനം പ്രാബല്യത്തിൽ വന്നിരുന്നു. മാത്രമല്ല, ഈ ഇടയ്ക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം സുരക്ഷിതമായി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ അടിയന്തര ലാൻഡിംഗ് നടത്തുന്ന സംഭവമുണ്ടായി. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും ബഹ്റിനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. വിമാനം പറന്നുയർന്ന ശേഷം ടയറിന്റെ ഭാഗങ്ങൾ റൺവേയിൽ കണ്ടെത്തി. ഇതേ തുടർന്ന് സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ പൈലറ്റിനെ വിവരം അറിയിക്കുകയായിരുന്നു. യാത്രയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെങ്കിലും ലാൻഡിംഗ് സമയത്ത് അപകട സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൊച്ചിയിൽ തിരിച്ചിറക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇത്തരം അടിയന്തര സാഹചര്യങ്ങൾ നിരവധി തവണ കൈകാര്യം ചെയ്ത് പരിചയമുള്ള കൊച്ചിയിൽ വിമാനം തിരിച്ചിറക്കാമെന്ന് പൈലറ്റ് ഉൾപ്പെടെ തീരുമാനിക്കുകയായിരുന്നു. 10:45 വിമാനം പറന്നുയർന്ന ശേഷമാണ് ടയറിന്റെ ഔട്ടർ ലെയർ ഭാഗങ്ങൾ റൺവേയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ കൊച്ചി എയർപോർട്ടിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. മാത്രമല്ല, അടിയന്തര ലാൻഡിംഗ് നേരിടുന്നതിനുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു. ഫയർഫോഴ്സ് ആംബുലൻസ് സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു.
ലാൻഡിങ്ങിന് മുന്നോടിയായി ഇന്ധനം തീർക്കാൻ വേണ്ടി വിമാനം ആകാശത്ത് മണിക്കൂറുകളോളമാണ് വട്ടമിട്ട് പറന്നത്. ഇടിച്ചിറക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ ഉണ്ടാകുന്ന ജ്വലന സാധ്യത ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു ഇന്ധനം ഇത്തരത്തിൽ തീർത്തത്. ഇതിനുശേഷം 12:30ഓടെയാണ് സുരക്ഷിതമായി എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. ഇതോടെ എയർപോർട്ടിലെ അടിയന്തരാവസ്ഥയും പിൻവലിക്കുകയും ചെയ്തു. വളരെ ആശ്വാസകരമായ ഒരു ലാൻഡിംഗ് ആയിരുന്നു അന്ന് നടന്നത്. 105 യാത്രക്കാരും 8 ജീവനക്കാരുമായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. യാത്രക്കാരുടെ തുടർന്നുള്ള യാത്ര സംബന്ധിച്ച് വിമാന കമ്പനിയുമായി ആശയവിനിമയം നടത്തി തീരുമാനമെടുത്തിരുന്നു. ഏത് അടിയന്തര സാഹചര്യത്തെ നേരിടാനും യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനുമുള്ള സിയാലിന്റെ കഴിവ് പ്രകടമാക്കുന്നത് കൂടിയായി അന്നത്തെ സുരക്ഷിതമായ ലാൻഡിംഗ്. മാത്രമല്ല, പരിചയസമ്പന്നനായ പൈലറ്റിന്റെ പ്രൊഫഷണൽ മികവ് കൂടി യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്തു. മാത്രമല്ല, മാലിദ്വീപിലേക്ക് പോയ മറ്റൊരു വിമാനം യന്ത്ര തകരാറിനെ തുടർന്ന് വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇൻഡിഗോ വിമാനമായിരുന്നു ഇത്തരത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. യന്ത്ര തകരാർ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പൈലറ്റ് അടിയന്തര ലാൻഡിങ്ങിന് അനുമതി തേടി. തുടർന്ന് വിമാനത്താവളത്തിൽ സമ്പൂർണ്ണ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. വിമാനം സുരക്ഷിതമായി നിലത്തിറക്കി. 136 യാത്രക്കാരും 4 ജീവനക്കാരും ഉൾപ്പെടെ 140 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. അടിയന്തര ലാൻഡിങ്ങിനായി വിപുലമായ സംവിധാനങ്ങൾ സിയാൽ ഒരുക്കിയിരുന്നു. യാത്രക്കാരെ പിന്നീട് മറ്റൊരു വിമാനത്തിൽ മാലിദ്വീപിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അടിയന്തര ലാൻഡിംഗ് ഉണ്ടാകുക, അല്ലെങ്കിൽ വിമാനം പറന്നുയർന്നതിന് ശേഷം എന്തെങ്കിലും തകരാറ് കണ്ടെത്തുക, ഈ തകരാറ് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തുക, അങ്ങനെ എത്രയോ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും സുരക്ഷിതമായി വിമാനം ലാൻഡ് ചെയ്യാൻ പറ്റുന്നത്, മറ്റ് അപകടങ്ങളൊന്നും കൂടാതെ വളരെ സുരക്ഷിതമായി തന്നെ വിമാനം ലാൻഡ് ചെയ്യാൻ പറ്റുന്നത് തീർച്ചയായിട്ടും അത് യാത്രക്കാരെ സംബന്ധിച്ച് അവരെ സുരക്ഷിതരാക്കുന്നതും ആ വിമാനത്തിലെ മനുഷ്യരെ സുരക്ഷിതരാക്കുന്നതുമാണ്. ഇത്തരത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ വിമാനം പറന്നുയർന്നതിന് ശേഷമാകാം ചിലപ്പോൾ യന്ത്ര തകരാറുകൾ ശ്രദ്ധയിൽപ്പെടുന്നത്, അല്ലെങ്കിൽ വിമാനത്തിനുള്ളിൽ മറ്റ് ഇത്തരത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തേണ്ടുന്ന രീതിയിൽ എന്തെങ്കിലും സംഭവ വികാസങ്ങൾ അരങ്ങേറുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അടിയന്തര ലാൻഡിംഗ് നടത്തണം, അല്ലെങ്കിൽ ലാൻഡിംഗ് എന്ന ഒരു തീരുമാനത്തിലേക്ക് പൈലറ്റ് എത്തുമ്പോൾ തീർച്ചയായിട്ടും ആ വിമാനത്തിലെ യാത്രക്കാരുടെ ജീവനെല്ലാം പൈലറ്റിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ സുരക്ഷിതമായി ലാൻഡിംഗ് നടത്തുക, അതായത് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പുള്ള ലാൻഡിംഗ്, പെട്ടെന്നുള്ള ഒരു ലാൻഡിംഗ് അത് സുരക്ഷിതമായി നടത്തുക എന്നതും വളരെ വലിയൊരു കടമ്പ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്നുണ്ട്. എന്തായാലും യാത്രക്കാർ സുരക്ഷിതരാകുന്നു, അതായത് സുരക്ഷിതമായിട്ട് ലാൻഡ് ചെയ്യുന്നു, യാത്രക്കാർ സുരക്ഷിതരാകുന്നു എന്നത് ഏറ്റവും ആശ്വാസകരമാണ്. എങ്കിൽ പോലും അത്രയും നേരം യാത്രക്കാർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അത് വലിയ കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.